പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിശുദ്ധ മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും നിയോഗം സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മാതാവേ, ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിലെ നാട് ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീയാകുന്നു എൻ്റെ ശരണം. തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണം. എനിക്ക് തരുന്ന ഏകാശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ദൈവമാതാവായ കന്യകാ മറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ. അങ്ങേ നാമം എപ്പോഴും
പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങേ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാർദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കു നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദ്യ പാപത്തിൻ്റെ കറയില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മാതാവേ, അമ്മയുടെ മുന്നിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ വിജയ മാതാവേ, അമ്മയുടെ നാമത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മധ്യസ്ഥ സഹായത്തിനായി കാഴ്ചവെക്കുന്നു. ദുഃഖങ്ങളെ സന്തോഷമാക്കിയും പരാജയങ്ങളെ വിജയങ്ങളാക്കിയും നിരാശയുടെ ഘട്ടങ്ങളെ പ്രത്യാശാപൂരിതമാക്കിയും വിജയമാതാവായ രക്ഷകന്റെ അമ്മേ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും ഈ സമൂഹത്തിലും സന്തോഷവും വിജയങ്ങളും പ്രത്യാശയും നൽകി ഞങ്ങളെ സഹായിക്കുവാൻ ഓടിയെത്തണമേ. താങ്ങി തലോടുന്ന സ്നേഹം സമൃദ്ധമായി നൽകുന്ന അമ്മേ, കരുണാനിധിയായ കന്യകേ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കൾ അമ്മയുടെ വാത്സല്യമുള്ള കരങ്ങളിൽ സുരക്ഷിതരാണെന്ന് വിശ്വാസപൂർവം ഏറ്റുപറയുന്നു. വിശ്വാസത്തിൻ്റെ വരവും പ്രത്യാശയുടെ കൃപയും ദൈവസ്നേഹത്തിൻ്റെ അനുഭവവും സ്വന്തമാക്കാൻ പരിശുദ്ധ മാതാവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, അങ്ങേ ശക്തമായ മാധ്യസ്ഥത്താൽ വർഷിക്കപ്പെടുന്ന നിരവധിയായ അനുഗ്രഹങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അമ്മയായും രാജ്ഞിയായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസവും പ്രത്യാശയും സമർപ്പിക്കുന്നു. അന്ധകാരത്തിലും ആപത്തനർത്ഥങ്ങളിലും വെളിച്ചം തന്നും വിജയകരമായ വലം കൈ നീട്ടിത്തന്നും മക്കളായ ഞങ്ങളെ അവിടുന്ന് പരിരക്ഷിക്കുന്നുവല്ലോ. മഹത്തായ ആ സ്നേഹവാത്സല്യങ്ങളുടെ മായാത്ത രൂപവും മുദ്രയുമായിട്ടാണല്ലോ വിജയമാതാവ് എന്ന നാമധേയത്തിൽ അവിടുന്ന് അറിയപ്പെടുന്നതും വിജയകിരീടം ചൂടി നിൽക്കുന്നതും. ദുഃഖദുരിതങ്ങളുടെ ആഴക്കടലിൽ താഴുമ്പോൾ ഞങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും രക്ഷയുടെ തീരത്തേക്ക് ഞങ്ങളെ ആനയിക്കുന്നതും അങ്ങയുടെ കരുത്തുള്ള കരങ്ങളാണ്. ആ മാതൃവാത്സല്യം എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകമാതാവേ, പാപച്ചേറ്റിൽ വീണു താഴാതെ ഞങ്ങളെ നിർമ്മലരായി കാത്തു സൂക്ഷിക്കണമേ. വീഴാതെ കാക്കുവാനും വീണാൽ എഴുന്നേൽപ്പിക്കുവാനും പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കങ്ങയുടെ സഹായഹസ്തം നീട്ടിത്തരണമേ. ആമേൻ.